ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസമായി മല്ലി മുളകൊക്കെ വാങ്ങി വെച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 2 ദിവസം മുൻപ്. പക്ഷേ ഇതുവരെ അത് പൊടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. വെയിലില്ല, വെയിലത്ത് ഇട്ട് ഉണക്കാനും പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ചെയ്യുന്നതാണ് നന്നായി വറുക്കുക. നമ്മുടെ മല്ലി മുളക് നന്നായി വറുത്ത് അത് ചൂടാറാൻ വെച്ചതിന് ശേഷം പൊടിക്കാൻ കൊണ്ടുപോകും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല. വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ടൊക്കെ കൊണ്ടുപോയി പൊടിക്കുന്നവരും ഉണ്ട്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഏട്ടനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രാവിലെ ഏട്ടന് പണിക്ക് പോകേണ്ട സമയത്ത് കഴിക്കാനുണ്ടാക്കുന്നത്, അതുപോലെ കണ്ണന് സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ, അടുക്കളയിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യണം. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഈ മല്ലിയും മുളകും വറുക്കുമ്പോൾ എനിക്കത് അങ്ങോട്ട് കൈ എത്തണില്ല കേട്ടോ അവിടേക്ക്. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ എന്നെ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തു. പിന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും കണ്ണനും ഏട്ടനൊക്കെ പോയി. പിന്നെ ആദ്യം തീ പിടിപ്പിച്ച് ഞാൻ മല്ലിയും മുളകൊക്കെ വറുക്കുമ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടോ. ഒന്നാമത് പുറത്തടുപ്പിലാണ് ചോറൊക്കെ വെക്കുന്നത്. അപ്പോൾ ഈ നനവുണ്ട്, വെള്ളം പോകുന്ന ആ ഒരു സൈഡായതുകൊണ്ട് അടുപ്പിൻ്റെ ഉള്ളിലേക്കൊരു നനവിൻ്റെ ഒരു അംശമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീ പിടിച്ച് കിട്ടാൻ നല്ല പ്രയാസമാണ്. രാവിലെ ചോറും വെള്ളവും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉപ്പേരി കൂട്ടാൻ അങ്ങനെയുള്ളതൊക്കെ ഗ്യാസിലാണ് വെക്കുക. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഉപ്പേരി കൂട്ടാൻ അങ്ങനെയുള്ളതൊക്കെ അടുപ്പിൽ വെക്കുള്ളൂ കേട്ടോ. സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ എല്ലാ അടുപ്പിലാണ് അങ്ങനെ വെക്കാൻ നോക്കാറ്. അല്ലെങ്കിൽ ഗ്യാസിലും അടുപ്പിലും കൂടി അങ്ങനെ മാറി മാറി വെക്കുക ചെയ്യുക. ചിക്കനും മീനൊക്കെ പുറത്തടുപ്പിൽ തന്നെയാണ് വെക്കുക. അത് ഗ്യാസിൽ അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഈ അത്രയും നല്ല മഴയൊക്കെ ആവുന്ന സമയത്ത് അവിടെ വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഉള്ളിലേക്ക് വെക്കാറുള്ളൂ. മല്ലി മുളകിൻ്റെയും പാകം ഞാൻ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാവരും ഇങ്ങനെയാണോയെന്ന് അറിയില്ല. ഞാൻ നോക്കുന്നത് മല്ലി ഒന്ന് നല്ല വറുത്ത് കഴിഞ്ഞ് കൈ കൊണ്ട് പിടിച്ച് അങ്ങനെ ഒന്നിട്ട് ഞെക്കുമ്പോൾ പൊടിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഞാൻ നോക്കുന്നുണ്ട്. രണ്ടാമത് ഞാനത് നന്നായി വറുക്കുമ്പോൾ ഒരു ഡാർക്ക് കളറായിട്ട് മാറും. അപ്പം അത് നന്നായിട്ടായി എന്നാണ് ഞാൻ കരുതുന്നത്. മൂന്നാമത് അതിങ്ങനെ വറുക്കും തോറും ഒന്നിട്ട് ബൾജ് ചെയ്ത് വരാൻ തുടങ്ങും കേട്ടോ. ഒരു പാകമായിട്ട് ഞാൻ കരുതാറുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെയാണോ നോക്കുക എനിക്കറിയില്ല. പിന്നെ മുളക് നല്ല വലിപ്പമുള്ള മുളകാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വാണിയംകുളത്തു നിന്നാണ് വാങ്ങാറ് കേട്ടോ. അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങാറ്. അപ്പോൾ മുളകിൻ്റെ പാകം ഞാൻ നോക്കുന്നത്, അത് നമ്മൾ വറുക്കും തോറും കുറച്ച് ബൾജ് ചെയ്തിട്ട് വരും. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് പൊടിച്ചുമ്പോൾ എന്നിങ്ങനെ പൊട്ടിട്ടോ. അതാണ് ഞാൻ മുളകിൻ്റെ പാകം നോക്കുന്നത്. അപ്പോൾ മുളകും മല്ലിയൊക്കെ വറുത്ത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്, പേപ്പറിൽ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചൂടാറി. ഇനി ഞാനിത് കവറിലാക്കി വെക്കട്ടെ. ഞാൻ മല്ലി മുളകും നമ്മൾ കൊണ്ടുവന്ന കവറിൽ തന്നെയാണ് ആക്കുന്നത് കേട്ടോ. വേറെ കവറിലൊന്നുമല്ല. അത് കവറിലാക്കി നന്നായി കെട്ടി വെച്ച് ഞാൻ ഉച്ച ടൈമിലാണ് പോകുന്നത്. ഒരു 12:30 ടൈമിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നല്ല ഇരുട്ട് മൂടിയിട്ട് മഴ വരുന്നത്. ചാറിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് പൊടിക്കാൻ വിചാരിച്ചു. ആ കാണുന്ന സ്ഥലത്താണ് മില്ല്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള മില്ലാണ് കേട്ടോ. എൻ്റെ ചേച്ചിയാണ് പൊടിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഏട്ടന് ഞാനൊക്കെ കുണുത്ര പോയിട്ടാണ് പൊടിക്കാറ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്തൊരു മില്ലുള്ളപ്പോൾ പിന്നെ അവിടെ പോയിട്ട് പൊടിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുപോയ മല്ലി മുളകിൻ്റെ ഒക്കെ തൂക്കമൊക്കെ നോക്കി. ഞാൻ അവിടെ ചെന്നപ്പോൾ വേറൊരു ചേച്ചിയുടെ മല്ലി മുളകൊക്കെ പൊടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊടിച്ചിട്ട് എൻ്റെ പൊടിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തു. ഞാൻ ചേച്ചി പെട്ടെന്ന് കമ്പനി കേട്ടോ. ആ ചേച്ചി ഞാൻ എവിടെ വീട് ചോദിച്ചു. ഞാൻ കാവിൻ്റെ അടുത്താണ്. അങ്ങനെ സംസാരിച്ച് ആ ചേച്ചി 7 മണി വരെ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ 6:30 പോകും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എൻ്റെ ചാനലിൻ്റെ കാര്യം പറഞ്ഞു. ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും പരസ്പരം പേര് ചോദിച്ചില്ല. എല്ലാം പറഞ്ഞ് നല്ല കമ്പനിയായി. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് ചോദിച്ചില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ആ മുളക് പൊടിക്കുന്നതിൻ്റെ മണം മൂക്കിലേക്ക് വരുന്നപ്പോൾ നല്ല ചുമയും. പിന്നെ കുറച്ച് നേരം പുറത്തിറങ്ങി നിന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു വയസ്സായൊരു അമ്മമ്മ ഉണ്ടായിരുന്നു. മഴ നന്നായി പെയ്യുന്നതിന് മുൻപ് ഞാൻ ഓടിയിട്ട് മില്ലിലെത്തി. ഇനി അവിടുന്ന് പൊടിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും മഴ ഒന്ന് കുറയണേന്ന് കേട്ടോ പ്രാർത്ഥന. പുറത്ത് നല്ല മഴയാണ്, നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും എനിക്കെൻ്റെ മുളക് പൊടിച്ച് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മല്ലിയാണ് പൊടിക്കാൻ പോകുന്നത് കേട്ടോ. അതിന് അടുത്ത മെഷീനിൽ ഇട്ടിട്ടാണ് പൊടിക്കുന്നത്. പിന്നെ ഇവിടെ മല്ലി മുളകും ഒരുമിച്ച് പൊടിക്കില്ല. നമ്മൾ മല്ലിയും മുളകും കൂടി മിക്സ് ആക്കിയിട്ട് പകുതി മല്ലി പകുതി മുളക് പറഞ്ഞിട്ട് മിക്സ് ആക്കിയിട്ട് പൊടിക്കുമല്ലോ, അത് പൊടിക്കില്ല. മുളക് മല്ലി വേറെ സെപ്പറേറ്റ് ആണ് കേട്ടോ പൊടിക്കുന്നത്.
അതാണ് ഈ മില്ലിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ കൂനത്ര മില്ലിൽ അങ്ങനെയല്ല, രണ്ടും മിക്സ് ആക്കിയിട്ട് പൊടിക്കണമെങ്കിൽ പൊടിക്കും. ഇവിടെ അങ്ങനെ പൊടിക്കാറുണ്ട് കേട്ടോ. മുൻപ് അങ്ങനെ പൊടിച്ചായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മുളക് വേറെ പൊടിക്കും, മല്ലി വേറെ പൊടിക്കും. എല്ലാം പൊടിച്ച് വാങ്ങി ഞാൻ ആ ചേച്ചിയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. നന്നായി സംസാരിക്കുന്നൊരു ചേച്ചി, നല്ല സ്വഭാവമുള്ളൊരു ചേച്ചി കേട്ടോ. ഞാനും ചേച്ചി നല്ല ഫ്രണ്ട്ലി ആയിട്ടോ. പക്ഷേ പരസ്പരം പേര് ചോദിച്ചില്ല. ചേച്ചിയുടെ പേര് എനിക്കും എൻ്റെ പേര് ചേച്ചിക്കും അറിയില്ല. ഇനി അത് കൂടെ പോകുന്നൊരു സമയത്ത് അവിടെ ചേച്ചിയുടെ പേരൊന്ന് ചോദിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക്. മഴ കുറച്ച് കുറവുണ്ട്, ചാറുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ കുടം നിവർത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.